വാളയാറിലെ പെൺകുട്ടികളുടെ മരണങ്ങളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് ജനകീയ സമിതി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ദുരൂഹ മരണങ്ങൾ അന്വേഷിച്ചത്. വാളയാർ പെൺകുട്ടികളുടെ മരണങ്ങൾക്ക് പിന്നാലെ CBI സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വാളയാറിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്ന കുട്ടികളുടെ ആത്മഹത്യയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ സ്ഥലത്ത് 13 വയസ്സിന് താഴെയുള്ള 28 കുട്ടികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം സംരക്ഷണ സമിതി കണ്ടെത്തിയതിങ്ങനെ: 28-ൽ 14 കുട്ടികളുടെ ശരീരത്തിലും സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകളുണ്ടായിരുന്നു. പലതും തൂങ്ങിമരണമെന്ന റിപ്പോർട്ടിലുണ്ടെങ്കിലും കുട്ടികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്ത സ്ഥലം, സാഹചര്യം എന്നിവയിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തി. കുട്ടികളുടേത് കൊലപാതകങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി വാളയാർ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ആത്മഹത്യയുടെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, വേറെ ആർക്കും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അപ്പം തന്നെ ഒരു റിപ്പോർട്ട് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുത്തത് ക്ലോസ് ചെയ്യാണ്. FIR പോലും ഇടാറില്ല. സാധാരണ ഈ കുട്ടികൾക്കുള്ള ഒരു അതിക്രമങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഇതിന്റെ ഫാമിലീസിന് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിരിക്കും താല്പര്യം. പല മാർഗ്ഗങ്ങളിലും ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ നോക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോഴാണ് ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PIയിലായിട്ട് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അത് സ്വീകരിച്ചു. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്നാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും തൃപ്തികരമല്ലെന്നാണ് വാളയാർ സംരക്ഷണ സമിതി പറയുന്നത്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കോടതിയിൽ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവർ ഇനി ഇത് എങ്ങനെ നടക്കാതെ എങ്ങനെ നമുക്ക് നോക്കാം അതിനെപ്പറ്റിയുള്ള സ്റ്റെപ്പുകൾ, കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കും എന്നൊക്കെ. അപ്പോൾ അവർ ഇതിനെ ഡൈവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാളയാറിലെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? അതിക്രൂര ബലാത്സംഗത്തിനോ മർദ്ദനത്തിനോ ഇരയായി കൊല്ലപ്പെട്ടതാണോ? അതോ ആത്മഹത്യ തന്നെയാണോ? അന്വേഷണ സംഘം എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇതിനാണ് ഇവർക്ക് ഉത്തരം കിട്ടേണ്ടത്. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 വാളയാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.